Morning, sir, and welcome to the show. Morning, Anla. Morning, viewers. സർ ആദ്യം നമുക്ക് യു എസ് സൂചികയിലേക്ക് തന്നെ പോയി നോക്കാം. യു എസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒരു റെക്കോർഡ് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുമ്പോൾ ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന സൂചികകളെയാണ് കണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നാസ്ഡാക്കിലേക്ക് എത്തുമ്പോൾ 0.66% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. S&P 500 0.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൗ ജോൺസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഒരു നെഗറ്റീവ് ടോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യു എസ് സൂചികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമ്മൾ ഇടിവ് കണ്ടിരുന്നു. ദാറ്റ്സ് കണ്ടിന്യൂയിങ് ദ പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് ഇത്രയും കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ട് പോലും ലോങ് ടേം ട്രെൻഡിൽ ഒരു പ്രോബ്ലവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അതിന്റെ ഒരു മേജർ സപ്പോർട്ട് 43,700 പോയിന്റിലാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ മൈ എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നടക്കുന്ന സമയത്ത് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഞാൻ 1,500 മുതൽ 2,200 പോയിന്റിന് നേട്ടം എക്സ്പെക്ട് ചെയ്യുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് മിഞ്ഞാന്നത്തെ ട്രേഡിലായിരുന്നു പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച. അതിനുശേഷം ഇന്നലെ വളരെ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. അറ്റ് ദിസ് മൊമെന്റ് ഡൗ ജോൺസ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,500 പോയിന്റ് ആയിരിക്കണം. ആൻഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമോഡിറ്റി മാർക്കറ്റിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിന്റെ കേസിലേക്ക് എത്തുമ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് പ്രധാനമായിട്ടും ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇന്നും ആ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് മാർജിനിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. WTI ക്രൂഡിനെ സംബന്ധിച്ചിട്ട് $70.05 എന്നൊരു നിലയിലാണ് WTIയുടെ ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രെന്റിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ട് 73.41 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് താങ്കൾ മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും ഇല്ല. ക്രൂഡ് കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. $66 ഇസ് ദ മേജർ സപ്പോർട്ട്, 71 മുതൽ 72 ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രൂഡിന്റെ കേസിൽ ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ പോകും. ഗോൾഡിലേക്ക് കൂടി എത്തുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും $2,700 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ മറികടക്കാനായിട്ട് ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിന് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ്, അതായത് പെട്ടെന്നുള്ളൊരു സ്പൈക്ക് അല്ല, വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഗോൾഡിൽ ഇപ്പോൾ കാണുന്നത്. നിലവിൽ $2,709.82 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ഭാവി എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഇപ്പോൾ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ നമുക്ക് വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ സ്വർണത്തിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,660 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് അതായത് ഇതിന് മുന്നത്തെ ഒരു എക്സ്പയറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈലി വൊളറ്റൈലുമായിരുന്നു, മാത്രമല്ല ഒരു എക്സ്ട്രാ ബുള്ളിഷും കൂടിയായിരുന്നു. എന്നാൽ ഇന്നലെ നോക്കുമ്പോൾ ഒരു കാര്യമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 24,600 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 93 പോയിന്റ്സിന്റെ ഒരു ഇടിവിലാണ് നിഫ്റ്റി 50 കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,548.7 എന്ന നിലയിൽ കഴിഞ്ഞ തുടർച്ചയായിട്ട് ഈ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ ബോണ്ടിൽ തന്നെയായിരുന്നു സൂചിക എന്ന് പറയുന്നത്. ഒപ്പം ഇന്നിപ്പോൾ CPI കണക്കുകളും ഒക്കെ വന്നിട്ടുണ്ട്. 6% താഴേക്ക് CPI എത്തുന്ന ഒരു സ്ഥിതിയും കൂടി എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി 50യുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഒത്തിരി ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 24,500 പോയിന്റ് ആയിരുന്നു. ആ ഒരു ലെവല് ഡിസംബർ 5-ാം തീയതി ആയിരുന്നു ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷമുള്ള 5 ട്രേഡിംഗ് സെഷൻസിൽ നിഫ്റ്റി 50 ഒരു കൺസോളിഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ 24,500 പോയിന്റിന്റെ അടുത്ത് തന്നെ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ഒരു വീക്ക്നെസ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നില്ല.
ഓൺ ദ കോൺട്രറി നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 24,760 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഒരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന 3 റെസിസ്റ്റൻസ് ആദ്യത്തെ 25,000, 27,200, 25,400. നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ ആ ഒരു 1 അവറിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ബുള്ളി സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത്, അതായത് 53,537.45 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഇടിയുന്നൊരു സ്ഥിതിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 175 പോയിന്റ്സിനടുത്തൊരു ഇടിവിൽ 53,216.45 എന്നൊരു നിലയാണ്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അഗെയിൻ നിഫ്റ്റി 50യോടൊപ്പം തന്നെ കഴിഞ്ഞ 5 സെഷൻസിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യെ പോലെ തന്നെ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമുക്ക് ഈ ഒരു ബുള്ളിഷ് മൊമെന്റം ഈ ഇൻഡെക്സിൽ തിരിച്ചു വരുന്നുവെങ്കിൽ 53,950 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 54,600 പോയിന്റിലായിരിക്കും. അതിനോടൊപ്പം തന്നെ അദാനി കമ്പനികൾ, പ്രത്യേകിച്ചും അദാനി പോർട്സ്, ബെഞ്ച്മാർക്ക് സൂചികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, ഈ 2 ഓഹരികളും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു പിന്തുണ നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏകദേശം 2% നേട്ടം നിലനിർത്താനായിട്ട് ആ ഒരു കൺസോളിഡേറ്റഡ് മാർക്കറ്റിലും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അദാനി പോർട്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഏകദേശം 0.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി ഓഹരികളിൽ പ്രത്യേകിച്ചും ഈ എന്റർപ്രൈസസ് ഒപ്പം തന്നെ പോർട്സ്, ഈ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനിയിലുള്ള എല്ലാ സ്റ്റോക്സിലും നിലവിൽ ട്രെൻഡുകൾ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ട്രെൻഡ് റിവേഴ്സലിനുള്ള ഹൈ പോസിബിലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആസ് എ ട്രേഡേഴ്സ് ഒരു എക്സ്ട്രാ റിസ്ക്, ആ ഒരു വോളറ്റിലിറ്റി താങ്ങാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് സെഷൻസിൽ ഒരു എൻട്രി പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അഡാനി പോർട്ടിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1275. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1320, അതിനുശേഷം 1370 ആയിരിക്കും. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അഡാനി എന്റർപ്രൈസസിലും സിമിലർ പാറ്റേൺ, ട്രെൻഡുകളെല്ലാം ബെയറിഷ് ആണെങ്കിൽ പോലും നമുക്കൊരു എൻട്രി പോസിബിലിറ്റി കാണുന്നുണ്ട്. 2552 നമ്മുടെ എൻട്രി ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 2650, 2760, 2860. അതുപോലെ തന്നെ അഡാനി ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. അഡാനി ഗ്രീനിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസസ് എൻട്രിക്ക് വേണ്ടി 1270, അതിനുശേഷം 1410, 1550, 1700. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി PSU ബാങ്കിൽ നിന്നുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IOB, അതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇതിലൊക്കെ നമുക്ക് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിലൊക്കെ നമുക്കൊരു ലോ റിസ്കിൽ എൻട്രി ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 56.75 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 57.90 രൂപ, 60.20 രൂപ, അതിനുശേഷമുള്ളത് 62.60 രൂപ. അതേപോലെ തന്നെ യൂക്കോ ബാങ്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ യൂക്കോ ബാങ്കിന്റെ കേസിൽ നമുക്ക് കാണാവുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 49.25 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 50 രൂപ, 52 രൂപ, അതിനുശേഷം 54 രൂപ. ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ IREDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് IREDA മാത്രമല്ല, ഒന്നിലധികം റെയിൽവേ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് IREDയിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. IREDയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IREDയിൽ നമുക്ക് ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു.
ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ നല്ല നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 216 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു അപ്വേർഡ് മൊമെന്റം കാണണമെങ്കിൽ 228 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 232, അതിനുശേഷം 240 രൂപ. യെസ്, അതിനോടൊപ്പം അടുത്തതായിട്ട് SJVN-മായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. SJVN ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? SJVN കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 114 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. യെസ്, ഒപ്പം RVNL-മായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. RVNL കഴിഞ്ഞ ദിവസം 0.5% അടുത്തൊരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNL-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RVNL നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ഇന്ന് 483 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു എൻട്രി അവസരം ലഭിക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 438 രൂപയിലായിരിക്കണം. അതിനോടൊപ്പം IRFC-യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. IRFC കഴിഞ്ഞ ദിവസം 1.25% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRFC-യിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IRFCക്ക് 166 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ഇന്നലത്തെ ട്രേഡിലും മിഞ്ഞാന്നത്തെ ട്രേഡിലും ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നത്. ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 154 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സർ, അതിനോടൊപ്പം തന്നെ GRSC-യുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. GRSC-യെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? GRSC-യിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ട് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 1680 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1825. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1910, 2005, 2090. ഒരു പ്രേക്ഷകൻ BEML-യുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്ലോസ് ആയിരുന്നു ഓഹരികൾക്ക് ഉണ്ടായിരുന്നത്. BEML-ൽ ഇനി താങ്കൾ മുന്നോട്ടേക്ക് വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? BEML-ന്റെ കേസിൽ നവംബർ 21 ശേഷം വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. തോമസ് എന്ന പ്രേക്ഷകൻ അഫ്കോൺസ് ഇൻഫ്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ക്ലോസിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അഫ്കോൺ ലിസ്റ്റ് ചെയ്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ആൻഡ് അതിന് ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് ഒരു നേരിയ നേട്ടമൊക്കെ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 518 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു ട്രിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തങ്കമ്മ ചാക്കോ എന്ന പ്രേക്ഷകർ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മാർജിനിലായിരുന്നു. 1.5% ഇടിവിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു ട്രിഗർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 770 മുതൽ 775 വരെ ആയിരിക്കാം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള സെഷൻസിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇതിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 822 രൂപയായിരിക്കും. ഒന്നിലധികം പ്രേക്ഷകർ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. യെസ് ബാങ്കിൽ മുന്നോട്ടേക്കുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? യെസ് ബാങ്കിന്റെ കേസിൽ
ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് എൻട്രി അവസരം ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ട്രിഗർ 21 രൂപ 65 പൈസ. ആ ട്രിഗർ ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 22 രൂപ 10 പൈസ, 22 രൂപ 70 പൈസ, 23 രൂപ 25 പൈസ. യെസ്, അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ റിലയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു റിലയൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തി വരികയാണ് ഈ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓഹരി. റിലയൻസിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് നമ്മളെയൊക്കെ കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രി. അൺഫോർച്ചുനേറ്റ്ലി റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1210 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ്, അതിനോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ ഓൾ കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾ കാർഗോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഓൾ കാർഗോയുടെ കേസിലും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 58 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 62 രൂപയിലാണ് കാണുന്നത്. ഹിജു എന്ന പ്രേക്ഷകൻ റെയ്മണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. റെയ്മണ്ട് കഴിഞ്ഞ ദിവസം ഏകദേശം 3% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെയ്മണ്ട് ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? റെയ്മണ്ട് കേസിൽ നമുക്ക് നവംബർ 4-ാം തീയതിക്ക് ശേഷം ഒത്തിരി വലിയ നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലും നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 1580 രൂപ. ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ ഇത് 1870 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള ടാർഗറ്റ് 1940 2000. യെസ്, അതിനോടൊപ്പം തന്നെ ഉമ എന്ന പ്രേക്ഷക ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.15% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായിട്ട് ഇൻട്രാഡേയിൽ ഇടിവായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ന്യൂജൻ ടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ന്യൂജന്റെ കേസിലും നമുക്ക് നവംബർ 18-ാം തീയതിക്ക് ശേഷം വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ന്യൂജന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. എങ്കിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1380 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇക്ബാൽ എന്ന പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു ടാറ്റ കൺസ്യൂമർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ഒരു ബൈയിങ് ഇൻ ദ സ്റ്റോക്കിൽ കടന്നു വന്നിട്ടുമുണ്ട്. ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 895 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 985 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. വിഷ്ണു എന്ന പ്രേക്ഷകൻ ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയ ഓഹരി പിന്നീട് 6% ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു മിക്സഡ് ബാഗ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്ക് നമുക്ക് ഓൾ ടൈം ലോ നൽകിയിരിക്കുന്നത് നവംബർ 22-ല് 125 രൂപ 34 പൈസയിലായിരുന്നു. അതിനുശേഷം ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എങ്കിലും ഇന്നലത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഈ സ്റ്റോക്കിന്റെ ഒരു ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 128 രൂപയിലാണ് കാണുന്നത്. വരും സെഷൻസിൽ ആ 128ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ട്രേഡിംഗ് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ പുതിയ പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക.
യെസ്. അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 1% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോ ഫിന്നിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ജിയോ ഫിനിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് പേഴ്സണലി ലോങ് പൊസിഷൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് ജിയോ ഫിൻ. ആൻഡ് ജിയോ ഫിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 348 രൂപയിലാണ്. 348ന്റെ റെസിസ്റ്റൻസ് ഇന്നത്തെ ട്രേഡിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു എൻട്രി ലഭിക്കും. അതർവൈസ് വെയിറ്റ് ആൻഡ് വാച്ച്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ BPCLുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BPCL കഴിഞ്ഞ ദിവസം 1.72% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. BPCL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BPCLന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് അനിൽ എന്റെ ഇടയ്ക്ക് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനർജി സെക്ടറിൽ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ഒരു എനർജി സ്റ്റോക്ക് ഇസ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് നവംബർ 21 ശേഷം നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിങ്ങും നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് അടുത്ത 2-3 സെഷൻസിൽ 200 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ അതായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്നത് 209 രൂപ. 209ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 214, 220, 225 ആയിരിക്കും. സതീഷ് എന്ന പ്രേക്ഷകൻ ലേറ്റന്റ് വ്യൂവുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.49% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ലേറ്റന്റ് വ്യൂവിന്റെ കേസിൽ നവംബർ 21 ശേഷം വലിയൊരു റിക്കവറി ആൻഡ് ബൈങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ വാരി എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. എന്നിരുന്നാലും ഇനി മുന്നോട്ടേക്ക് വാരി എനർജി ഓഹരികളിൽ താങ്കൾ എന്താണ് കാണുന്നത്? വാരി എനർജിയും ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകൾ ആയിട്ടില്ല. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് വാരി എനർജി. ഇൻഫാക്ട് ഇന്നലത്തെ വ്യാപാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. 3200 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ധാരാളം രക്ഷകരുടെ ക്വയറീസ് മിസ് ഔട്ടായി പോയിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് ആ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ബ്രോക്കറേജ് റിപ്പോർട്ടുകളും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.